സിനിമയെ വെല്ലുന്ന നാടകീയത. തമിഴ്നാട് രാഷ്ട്രീയം എക്കാലവും അങ്ങനെയാണ്. MGR സിനിമകളിലൂടെ തങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളെ പഠിപ്പിച്ച DMK മുതൽ ദളപതി വിജയ് വരെ നീളുന്ന ട്വിസ്റ്റുകളുടെ തമിഴകം. ഒരു പാട്ട് തീരുമ്പോൾ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് തിരിച്ചെത്തുന്ന രജനീകാന്ത് സിനിമകളെ വെല്ലുന്ന ട്വിസ്റ്റിലൂടെയാണ് ജോസഫ് വിജയ് എന്ന വിജയ് തമിഴ്നാടിന്റെ അധികാരത്തിലേക്ക് ചുവടുവെക്കുന്നത്. മുന്നിൽ പ്രതിസന്ധികളേറെയെങ്കിലും വിജയ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തമിഴകം ഇതിനോടകം സ്വീകരിച്ചിരിക്കുന്നു. അതാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അടിവരയിടുന്നത്. ആൾക്കൂട്ടം വോട്ടാകില്ലെന്ന് പരിഹസിച്ചവർ, വിസിലടിക്കുന്നത് സിനിമാ താരത്തിനെന്ന് കുറ്റപ്പെടുത്തിയവർ, വിജയെ അവഗണിച്ചവർ, ഇവർക്കെല്ലാം മുന്നിൽ അയാളെന്ന് ജനങ്ങളുടെ തലൈവനാണ്. പാർട്ടി പരിപാടിയിലെ ആൾക്കൂട്ടം ദുരന്തത്തിന് വഴിവെച്ചപ്പോൾ ഓടി ഒളിച്ചു എന്ന് എതിരാളികൾ ചാപ്പകുത്തി. ദുരന്തത്തിന്റെ ഇരകളെ ചേർത്ത് പിടിച്ചപ്പോൾ അതേ കരൂരിൽ TVK വൻ വിജയം നേടി. വിജയ് തരംഗത്തിന് മുന്നിൽ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന വൻമരം പോലും കടപുഴകി വീണു. ഇതാണ് വിജയ്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി ആടിത്തിമിർക്കുന്ന ദളപതി സ്റ്റൈൽ. വിജയ് എന്ന സിനിമാ താരത്തിന്റെ വളർച്ചയും ഏറെക്കുറെ സമാനമായിരുന്നു. തിരിച്ചടിയിലൂടെയായിരുന്നു തുടക്കം. ആദ്യ സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടു. അച്ഛന്റെ സിനിമാ ബന്ധത്തിന്റെ പേരിൽ നായകനായെന്ന കുറ്റപ്പെടുത്തലുകൾ കേട്ടു. എന്നാൽ തനിക്കുള്ള കസേര അയാൾ സിനിമയിലും സ്വന്തമായി തന്നെ പണിതു. രാഷ്ട്രീയത്തിലും അതേ തന്ത്രം വിജയ് ആവർത്തിച്ചു. തമിഴകത്തെ പാരമ്പര്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിഴല് പറ്റാതെ തന്നെ ജനമനസ്സ് കീഴടക്കാൻ സാധിക്കുമെന്ന് വിജയ് തെളിയിച്ചു. രജനീകാന്തും കമൽഹാസനും ശരത് കുമാറും പരാജയപ്പെട്ട ദ്രാവിഡ മനസ്സിൽ വിജയ് സ്വന്തം ഇരിപ്പിടം ഉറപ്പിച്ചു. 2 വർഷം മാത്രം പ്രായമുള്ള രാഷ്ട്രീയ പാർട്ടിയിലൂടെ വിജയ് തമിഴകത്ത് അധികാരം ഉറപ്പിച്ചെന്നാണ് പൊതുവായ സംസാരം. പക്ഷെ വിജയ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. സിനിമയിലെ സ്ഥിരം രക്ഷകൻ എന്ന കുറ്റപ്പെടുത്തലുകൾ കേട്ടപ്പോഴും അതേ സിനിമകളിലൂടെ കൃത്യമായ രാഷ്ട്രീയം സംസാരിച്ച് വിജയ് തുടങ്ങിയിരുന്നു. കത്തി, സർക്കാർ, മർസൽ എന്നീ വിജയ് ചിത്രങ്ങളിലെ ഡയലോഗുകൾ രാഷ്ട്രീയ അനീതികളിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടി. നോട്ട് നിരോധനം മുതൽ ജാതി രാഷ്ട്രീയം വരെ വിജയ് സിനിമകളിൽ കടന്നാക്രമിക്കപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൈക്കിളിൽ വോട്ട് ചെയ്യാൻ പോയ വിജയ് വോട്ടെടുപ്പ് ദിവസം മറ്റൊരു രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവായി മാറി. അവിടെ മുതൽ വിജയ് ഇന്ത്യൻ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന വ്യക്തിയായി. ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തപ്പോൾ വിജയ്ക്ക് പിന്തുണ അർപ്പിച്ച് ആയിരങ്ങൾ തടിച്ചുകൂടി. അന്ന് വിജയ് പങ്കുവച്ച സെൽഫി സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിപ്പിച്ചു. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടായാണ് ആ നിമിഷം വിലയിരുത്തപ്പെട്ടത്. അതെ, വിജയ് മാസ്റ്ററാണ് രാഷ്ട്രീയത്തിലും. തന്റെ ആരാധക കൂട്ടായ്മയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിപ്പിച്ചായിരുന്നു വിജയുടെ ആദ്യ രാഷ്ട്രീയ ചുവടുവയ്പ്. അന്ന് മത്സരിച്ച സീറ്റുകളിൽ 80%-ത്തിലും വിജയ് മക്കൾ ഇയക്കം വിജയം നേടി. കമൽഹാസനും രജനീകാന്തും തങ്ങളുടെ താരപരിവേഷത്തിൽ രാഷ്ട്രീയ അടിത്തറ സ്വപ്നം കണ്ടപ്പോൾ വിജയ് തുടങ്ങിയത് ജനങ്ങളിൽ നിന്നായിരുന്നു. തന്റെ ഹീറോകൾക്ക് പിഴച്ചെടുത്ത് ദളപതി വിജയിച്ചു തന്നെ തുടങ്ങിയിരിക്കുന്നു. കുറച്ച് ആരാധകരുമായി രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യുമെന്നായിരുന്നു എതിരാളികൾ ഉയർത്തിയ ചോദ്യം. ഇതിനിടെ തമിഴകത്തെ കിങ് മേക്കർ സാക്ഷാൽ സെങ്കോട്ടയ്യൻ TVKയിലെത്തി. MGRന് പ്രിയപ്പെട്ടവൻ, ജയയുടെ വിശ്വസ്തൻ. അരപ്പതിറ്റാണ്ട് കാലത്തെ അണ്ണാ DMK ബന്ധം ഉപേക്ഷിച്ചായിരുന്നു തമിഴക രാഷ്ട്രീയം കൈവെള്ള പോലെ ബോധ്യമുള്ള സെങ്കോട്ടയ്യൻ എന്ന നേതാവ് വിജയുടെ തമിഴക വെട്രി ഘടകത്തിനൊപ്പം ചേരുന്നത്. അതെ, വിജയുടെ നീക്കങ്ങൾ ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. വെള്ളിത്തിരയിലെ നായകൻ തമിഴകത്തിലെ തലൈവനായിരിക്കുന്നു. ജോസഫ് വിജയ്ക്ക് ഇനി മുൻപിലുള്ളത് തീർത്തും രാഷ്ട്രീയമാണ്. വി ആർ വെയിറ്റിംഗ്.